SSC NTPC ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ആവശ്യം വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലായിരുന്നത് എന്താ? മീൻ. അപ്പോൾ മീൻ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. മീൻ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ number of observations, sum of observations by number of observations, അതായത് sum of x by n. മീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ്. എന്താണ് മീഡിയൻ? മീഡിയൻ എന്ന് പറഞ്ഞാൽ രണ്ട് കേസസ് വരും. അപ്പോൾ ഡാറ്റ സെറ്റ് ഓഡ് ആണെങ്കിൽ ഒരു കേസ്, ഈവൺ ആണെങ്കിൽ വേറെ കേസ്. അപ്പോൾ നമുക്ക് കേസ് 1 നോക്കാം. കേസ് 1 ഡാറ്റ സെറ്റ് ഓഡ് ആണെങ്കിൽ, അപ്പോൾ ഓഡ് ആണെങ്കിലും ഈവൺ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡാറ്റ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഓഡിൻ്റെ കേസിൽ എന്താ ഒരു ഡാറ്റ നോക്കാം. 5 7 3 2 1. ഇതാണ് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് വെച്ചോ. ഇവിടെ ഇപ്പോൾ 1 2 3 4 5 ടേംസ് ഉണ്ട്, അതായത് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മീഡിയം കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം, അതായത് ചെറുതിന് വലുതിലേക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതാം 1 2 3 5 7. അപ്പോൾ ഓഡിൻ്റെ കേസിൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മിഡിൽ ടേം ആയിരിക്കും. എന്താണ് ഓഡിൻ്റെ കേസിൽ മീഡിയൻ മിഡിൽ ടേം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ നമ്മുടെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ 3 ആണ് മീഡിയൻ. അപ്പോൾ ഓഡിൻ്റെ കേസിൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ആയിരിക്കും. അടുത്തത് കേസ് 2. കേസ് 2 അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. എന്താണ് ഈവൻ നമ്പർ ഓഫ് ടേംസ്? ഈവൻ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 1 2 5 4 3 6. അപ്പോൾ ഇതാണ് ഡാറ്റ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നേരത്തെ പോലെ അസെൻഡിങ് അല്ലേ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. അപ്പോൾ 1 2 3 4 5 6. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഈവൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മിഡിൽ ടേം കാണണമെങ്കിൽ ഇവിടെ നടുക്ക് 2 നമ്പേഴ്സ് ഉണ്ട് ഇല്ലേ? 3ഉം 4ഉം ആണ് മിഡിൽ ടേംസ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ആണ്. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഓഫ് മിഡിൽ ടേംസ്, ആവറേജ് ഓഫ് മിഡിൽ terms, that is equal to 3 plus 4 by 2. അപ്പോൾ 7 by 2, അതായത് 3.5 ആണ് ഇവിടുത്തെ മീഡിയൻ. ഓക്കെ, അടുത്തത് മോഡാണ്. എന്താണ് മോഡ്? മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് വാല്യൂ ഇൻ എ ഡാറ്റ. അതാണ് മോഡിൻ്റെ ഡെഫിനിഷൻ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡാറ്റ തന്നേക്കുക. ലെറ്റ്സ് സേ എ ബി സി ഡി ഇ എഫ് ഇ എ. ഇതാണ് ഡാറ്റ എന്ന് വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം എ എന്ന് പറഞ്ഞാൽ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? എ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ മോഡ് ഏതാ? മോഡ് എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. അപ്പോൾ മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് വാല്യൂ. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് വാല്യൂ ആണ് നമ്മുടെ മോഡ്. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച്. എന്താണ് റേഞ്ച്? റേഞ്ച് ഓഫ് എ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ദ ലോവസ്റ്റ് വാല്യൂ ആണ് റേഞ്ച്. എന്താണ്? ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ് റേഞ്ച്. ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഒരു കുഞ്ഞ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 1 3 5 7. ഇതാണ് ഡാറ്റ എന്ന് വെച്ചോ. അപ്പോൾ ഇവിടുത്തെ റേഞ്ച് എന്താ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ 7 - 1 ദാറ്റ് ഈസ് 6 ആണ് ഈ തന്നിരിക്കുന്ന ഡാറ്റയുടെ റേഞ്ച്. മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീൻ, മീഡിയൻ ആൻഡ് മോഡ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ് അടുത്തത്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ 3 മീഡിയൻ is equal to 2 മീൻ പ്ലസ് മോഡ്. 3 മീഡിയൻ is equal to 2 മീൻ പ്ലസ് മോഡ്. അപ്പോൾ ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് സം ഓഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സം ഓഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ബൈ number of observations minus mean square. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മൈനസ് മീൻ സ്ക്വയർ. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇനി പറയാൻ പോകുന്ന എല്ലാ ഇക്വേഷൻസും റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട്
ഇടുക. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാവേ. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. അതായത് നമുക്ക് വേരിയൻസിന് എങ്ങനെയും എഴുതാം, വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹോൾ സ്ക്വയർ. ഓക്കെ. പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. എന്താണ് കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ എങ്ങനെയാണ് കാണുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. ഇനി പറയാൻ പോകുന്നത് ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മീഡിയൻ കാണാനുള്ള ഇക്വേഷനാണ്. ദാറ്റ് ഈസ് മീഡിയൻ ഇസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഹോൾ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഇൻറ്റു h. ഇനി നമുക്ക് ഇതിലും ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. ഇനി N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇനി CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ക്ലാസ് പ്രിസീഡിങ് മീഡിയൻ ക്ലാസ്. അപ്പോൾ മീഡിയൻ ക്ലാസ്സിൻ്റെ മുന്നിലുള്ള ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് CF എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് ഓരോ ടേംസും എങ്ങനെയൊക്കെയാണ് ഡാറ്റ ടേബിളിൽ നിന്ന് എടുക്കേണ്ടതെന്നും ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മുടെ മറ്റേ പ്രോബ്ലം ചെയ്തേക്കുന്ന വീഡിയോയിലുണ്ടാവും കേട്ടോ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി F എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. F എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ്സിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി. പിന്നെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലാണ് H. ഓക്കെ. അപ്പോൾ നേരത്തെ മീഡിയൻ്റെ കേസ് പോലെ ക്ലാസ് ഇൻ്റർവെല്ലും ഫ്രീക്വൻസിയും തന്ന കേസിൽ മോഡ് കാണാനുള്ള ഇക്വേഷനാണ് എന്താണ്? L പ്ലസ് F1 മൈനസ് F0 ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഹോൾ ഇൻറ്റു H. ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. L എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ്. നേരത്തെ കേസിൽ മീഡിയൻ ക്ലാസ് ആയിരുന്നു, ഇവിടെ മോഡൽ ക്ലാസ് ആണ്, അത് ശ്രദ്ധിക്കണേ. പിന്നെ F1. അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ എന്താ? F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് ആണ് F1. അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ്. പിന്നെ F0 ഉണ്ട്. F0 എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ഓഫ് ക്ലാസ് ബിഫോർ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ്സിൻ്റെ മുന്നേ ഉള്ള ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഫ്രീക്വൻസി. അതായത് ഫ്രീക്വൻസി ഓഫ് ക്ലാസ് ഇൻ്റർവെൽ പ്രിസീഡിങ് മോഡൽ ക്ലാസ്സിൻ്റെ മുന്നേ ഉള്ള ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഫ്രീക്വൻസിയാണ് F0. അതേപോലെ F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ക്ലാസ് ഇൻ്റർവെൽ സക്സീഡിങ് മോഡൽ ക്ലാസ്സിന് ശേഷം വരുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഫ്രീക്വൻസിയാണ് F2. അതായത് F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ ക്ലാസ് ആണെങ്കിൽ F0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ ക്ലാസ്സിന് മുന്നുള്ള ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഫ്രീക്വൻസിയും F2 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസ്സിന് ശേഷം വരുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഫ്രീക്വൻസി. പിന്നെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ല് തന്നെ, നമ്മൾ നേരത്തെ നോക്കിയ പോലെ ക്ലാസ് ഇൻ്റർവെല്ലാണ് H.